മനോജ്, ഇവിടെ നീയുണ്ട്, ഞാനുണ്ട്. നമ്മൾ ഈ ഹോട്ടൽ റൂമിൽ റിലാക്സ് ചെയ്യുന്നു. നിനക്ക് റിലാക്സ് ചെയ്തിരിക്കുന്നത് ഇഷ്ടമല്ലേ? നിനക്കൊരു ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്. എനിക്കാണെങ്കിൽ ഹസ്ബൻഡുണ്ട്, കുടുംബമുണ്ട്, ഒരു ചെറിയ മോളും ഉണ്ട്. നീ ഇതൊക്കെ ഇപ്പോഴാണോ ഓർക്കുന്നത്? മനോജ്, ഇതൊരു വലിയ തെറ്റായി മാറും. ഞാനിത് ഒരുപാട് ആലോചിച്ചു. നീ എന്തിനാലോചിച്ചു? എന്തിന്? നിന്നോട് ആലോചിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ. നീ ആലോചിച്ചാല് നീ എനിക്ക് അടിച്ചു തരും. മനോജ്, ഇത് ശരിയാവില്ല. നീ ഇത് ഇപ്പോഴാണോ പറയുന്നേ? പെട്ടെന്നാണോ നിന്റെ ധർമ്മം ഉണർന്നത്? അല്ല, ഞാൻ എന്നോട് തന്നെ നുണ പറഞ്ഞു പറഞ്ഞു മടുത്തു. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നീ എനിക്കൊരു കോമ്പൻസേഷൻ ആണെന്ന്. എന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും, എനിക്ക് കിട്ടാതെ പോയ കാര്യങ്ങൾക്കും. വിശ്വസിക്കൂ മനോജ്, നീ എനിക്കൊരു സ്വപ്നം പോലെയാണ്. A bloody fucking impossible dream. Fuck. പ്രിയ, ഞാൻ രൂപയോട് പറഞ്ഞു കഴിഞ്ഞു ഡിവോഴ്സിനെ പറ്റി. രൂപ എന്റെ അമ്മയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. സോറി പറ അവരുടെ അടുത്ത്. ഇവള് എന്നുവെച്ചാ fuck. ആമേ, നമസ്കാരമുണ്ട്. അമ്മേ, ഞാൻ ഇപ്പോഴും മീറ്റിങ്ങിലാ. അമ്മ, ഞാൻ പറഞ്ഞല്ലേ ഫ്രീ ആകുമ്പോൾ വിളിക്കാന്ന്. ശരി, അപ്പൊ ഓക്കെ. ഡാർലിംഗ്, ഇത് അവസാനത്തെ തവണയാണ്. എന്ന് വെച്ചാൽ അവസാനത്തേത്. ഇത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാളും ഇനി ഒരിക്കലും കൂടിക്കാണില്ല. എന്ത്? നാളെ മുതൽ ഞാനൊരു ബ്രേക്ക് എടുക്കുകയാണ്. ഹസ്ബൻഡിനൊപ്പോ? എൻ്റെ ഫാമിലിയോടൊപ്പം. മാത്രമല്ല, ഞാൻ തിരിച്ചു വരുമ്പോൾ നിന്റെ ഓഫീസിൽ വന്ന് റെസിഗ്നേഷൻ ഒപ്പിട്ട് സബ്മിറ്റ് ചെയ്യാൻ പോവുക. എന്നിട്ട് ഞാൻ വേറൊരു ജോലി അന്വേഷിക്കാൻ പോവുക. പക്ഷേ നമ്മൾ എന്നും സുഹൃത്തുക്കളായിരിക്കും. അപ്പോ ആ ട്രോളി ബാഗ്? ഞാൻ ട്രിപ്പിന് പോകാൻ വേണ്ടി ബാഗ് വാങ്ങിക്കാൻ പോയിരുന്നു. ഷോപ്പിലൊരു ഓഫർ, ബൈ 1 get 1 ഫ്രീ. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് വാങ്ങി. ഞാൻ ചെയ്തത് തെറ്റുണ്ടോ? ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യും. അപ്പൊ ശരി, ഞാനെന്നാ പോട്ടെ. ബൈ. പ്രിയ, പ്രിയ, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. ഐ ലവ് യു. ഐ ലവ് യു ടു. എനിക്കറിയാം നിനക്ക് നല്ല വിഷമമുണ്ടെന്ന്. പക്ഷേ ഇത് നല്ലതിനാണ്. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് കുറച്ച് റെസ്റ്റൊക്കെ എടുക്ക്. ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു.